ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു 50,000 രൂപയുടെ താഴെ നിങ്ങളൊരു നല്ല സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണെന്ന് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ എന്തായാലും അറിയായിരിക്കും, ഇപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെ ഒക്കെ സെയിൽസും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ഫോൺ വാങ്ങിക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറ്റാത്തവർക്കൊക്കെ നമുക്ക് ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ കുറച്ച് ഹെൽപ്ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പറയാൻ പോകുന്നത് ടോപ്പ് 3 സ്മാർട്ട് ഫോൺസ് അണ്ടർ 50,000 ആണ്. അത് ഓവറോൾ എല്ലാ കാറ്റഗറിയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് ക്യാമറ, പെർഫോമൻസ്, അതുപോലെ തന്നെ അങ്ങനത്തെ എല്ലാ സംഭവത്തിനും കൂടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണുകളുടെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അത് പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ മെയിൻ 2 ചാനൽസ് ഉണ്ട്, അത് കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളതിൽ ഫൈനാൻഷ്യലും ടെക്കും സംഭവമൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ, മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം റെക്കമെൻഡ് ചെയ്യാവുന്ന ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ S23 തന്നെയാണ്. അപ്പോൾ ഞാനും ഒരു സാംസങ്ങിൻ്റെ S23 യൂസർ തന്നെയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 മാസമായിട്ട് ഞാനും സാംസങ്ങിൻ്റെ ഇതെൻ്റെ സെക്കൻഡറി ഫോണാണ്. പ്രൈമറി എൻ്റെ ഐഫോൺ തന്നെയാണ്. അപ്പോൾ എൻ്റെ സെക്കൻഡറി ഫോൺ ഞാൻ സാംസങ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഗൂഗിൾ പിക്സലായിരുന്നു, നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് S23 തന്നെയാണ്. നിങ്ങളിപ്പോൾ സാംസങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഐഫോൺ ആയിക്കോട്ടെ, നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം 256 GB എങ്കിലും മിനിമം എടുക്കാൻ നോക്കുക കേട്ടോ. എന്താ വെച്ചാൽ 228 GB എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര കുറവാണ്, സത്യം പറയാലോ, ഭയങ്കര കുറവാണ്. നിങ്ങൾ അത്യാവശ്യം ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും. അതല്ലാണ്ട് തന്നെ പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഫോണുകൾക്കും iOS-ന്റെ അപ്ഡേറ്റ് വരുമ്പോഴൊക്കെ നല്ല അത്യാവശ്യം GB വരുന്നുണ്ട്, സൈസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂസ്ഡ് മെമ്മറി കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മിനിമം 256 GB എടുക്കായിരിക്കും കുറച്ചും കൂടി വെറുത്ത്. ഇപ്പോൾ സാംസങ് S23 കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സെയിൽസും സംഭവങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പോൾ നമുക്ക് പ്രൈസ് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് അറിയാം, സാംസങ്ങിൻ്റെ S23 ഓഫറിൽ വന്നിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്കാർട്ടിലാണ്. പറയുമ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ട് റെക്കമെൻഡ് ഒന്നും ചെയ്യാറില്ല, എന്നാലും വേറെ ഓപ്ഷൻ നമുക്കില്ല. എന്താ വെച്ചാൽ അവരുടെ ഒഫീഷ്യൽ ആപ്പിൽ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇതിന് 65,000 രൂപ തന്നെയാണ്. അപ്പോൾ സാംസങ്ങിൻ്റെ ഫ്ലിപ്കാർട്ടിൽ നമുക്കിപ്പോൾ S23 256 GB റേറ്റ് വരുന്നത് 47,000 രൂപയാണ്. 47,000 രൂപയായാലും ആക്ച്വലി സാധനം നല്ല വെറുത്താണ് കേട്ടോ. ഓവറോൾ പെർഫോമൻസും സ്നാപ്ഡ്രാഗൺ Gen 2 ആണ്, നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. ക്യാമറ നമുക്ക് വൈഡ് ആംഗിൾ 3 മെയിൻ ആയിട്ടുള്ള 3 സെൻസേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നല്ല ക്യാമറ ക്വാളിറ്റി വരുന്നുണ്ട്. ഇതിലാകെ മൈനസ് പോയിന്റ് എന്ന് പറയാനുള്ളത് നമ്മുടെ ബാറ്ററി ബാക്കപ്പ് ആണ്. ചെറിയ ഫോണാണ്, അത് കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ഒരു S22, S21 ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ബാറ്ററി ബാക്കപ്പ് കൊടുത്തു. ഒരു മീഡിയം, ഒരു ആവറേജ് യൂസറൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഒരു 30 മണിക്കൂർ 32 മണിക്കൂറൊക്കെ നമുക്ക് സുഖമായിട്ട് കിട്ടും കേട്ടോ. 5.5, 5.3, 5.5, 5.8 അവറൊക്കെ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ സെക്കൻഡറി ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. 25 വാട്ടിൻ്റെ ബാറ്ററി ചാർജിങ് സ്പീഡ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ 256 GB വാങ്ങിക്കാൻ നോക്കുക. പിന്നെ നമുക്ക് അറിയായിരിക്കും 3 കളേഴ്സ് അവൈലബിൾ ആണ്, ക്രീമും സംഭവങ്ങളൊക്കെ. ഇപ്പോൾ എൻ്റെ ബ്ലാക്ക് ആണ്, എൻ്റെ വൈഫിൻ്റെയിലും ഉണ്ട്, S23, S24 ഉണ്ട്. അപ്പോൾ അത് ആക്ച്വലി ഗ്രീനും പിന്നെ എന്താ പറയുക ബ്ലാക്കുമാണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ കളർ എന്ന് പറയുന്നത് എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടം കളർ. പക്ഷേ നിങ്ങളുടെ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ചോയ്സ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ക്രീം കളറൊക്കെ പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ അത്യാവശ്യം നല്ലതായിരിക്കും. പക്ഷേ മാറ്റ് ഫിനിഷാണ്, പക്ഷേ ചളിയൊക്കെ വരും. അത് പക്ഷേ തുടക്കേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ, കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് അലുമിനിയം തന്നെയാണ്, പക്ഷേ മാറ്റ് ഫിനിഷ് അല്ല കേട്ടോ. ഫ്രെയിമിൽ ഭയങ്കരമായിട്ട് ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട്. ഇത് എൻ്റെ സ്പീഗറിൻ്റെ ഒരു കേസാണ്, സ്ലിം കേസാണ് സ്പീഗറിൻ്റെ. ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു സ്ലിം കേസ് നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡുകളിൽ വാങ്ങിച്ചിടാൻ നോക്കുക. ഈ കുറേ ലോക്കൽ കൂതറ സാധനമൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണിക്കും, അതൊന്നും വാങ്ങിക്കരുത്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടാണ് സെപ്പറേറ്റ്. ഞാൻ അത് വാങ്ങിച്ചു നോക്കിയിട്ട് 100 രൂപയുടെ വാല്യൂ പോലും ഇല്ല സാധനത്തിന്, എന്നിട്ട് അവർ 1000 രൂപയ്ക്കൊക്കെ വെക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കൂതറ സാധനം ഒന്നും വാങ്ങിച്ചിടരുത്. ഞാൻ ആക്ച്വലി വീഡിയോ പർപ്പസിന് വേണ്ടി വാങ്ങിച്ചത് തന്നെയാണെന്ന് വെച്ചാൽ കുറേ പേര് ഈ സാധനം വാങ്ങിച്ച് പെടുന്നുണ്ട്. 100 രൂപ 150 രൂപ അതിന് ഒറിജിനൽ വാല്യൂ മാക്സിമം ഉണ്ടായിരിക്കും. ആ സാധനമാണ് അവർ 1000 രൂപയ്ക്കൊക്കെ വെക്കുന്നത്. ഒരു പ്രൊട്ടക്ഷനും ഇല്ല, ഒരു മാങ്ങാത്തൊല്ലും ഇല്ല അതിന്. അപ്പം നല്ല ഇങ്ങനത്തെ സാധനം വാങ്ങിച്ചിടാൻ നോക്കുക. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, സ്പീഗറിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കൊറിയൻ ബ്രാൻഡ്, ഞാൻ പ്രൊമോഷൻ സംഭവമൊന്നുമല്ല, നമ്മളിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. അത്യാവശ്യം പ്രൈസ് ഉണ്ട്, ഒരു 1800. ഞാൻ ഇനി വാങ്ങിക്കുമ്പോൾ 1700 ആ റേഞ്ചിലുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം. ഇതുവരെയായിട്ട് ഒരു കോറലോ യെല്ലോയിഷോ ഒന്നും ആയിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ ഹൈറ്റിൽ നിന്ന് ഇത് വീണിട്ടുണ്ടായിരുന്നു 2-3 വട്ടം. ഞാൻ എന്താ പറയുക, നമ്മളിവിടെ ഒരു ട്രേ പോലെ ഉണ്ട്, അതിൻ്റെ ഒരു മുകളിൽ വെച്ചിട്ട് സാധനം കോൾ വന്നപ്പോൾ വൈബ്രേറ്റ് ആയിട്ട് വീണിട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നം വന്നിട്ടില്ല, ഒരു കോറലോ ഒരു സ്ക്രാച്ചോ ഒരു സംഭവം വന്നിട്ടില്ല. ഭയങ്കര തിന്നാണ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. എന്താ വെച്ചാൽ കുറേ പേരായി ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഏതാ കേസ് ഇതാണ് നമ്മുടെ കേസ് കണ്ടോ, ഇതിൻ്റെ തിന്നുണ്ടോ. ഇതേപോലത്തെ ഒരു കേസ് തന്നെയാണ് ഞാൻ എൻ്റെ ഐഫോണിന് ഉപയോഗിക്കുന്നത്, 15 ഉപയോഗിക്കുന്നത്. ഇത് സ്ലിം കേസ് ഇന്ത്യ എന്നൊരു സാധനത്തിൻ്റെയാണ്. ഇവരുടെ സ്പീക്കറിൻ്റെ ഇങ്ങനത്തെ മോഡലില്ല. ഇതിൻ്റെ പേര് ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫോൺ, സാംസങ് S23 256 GB.
രണ്ടാമത്തെ ഫോൺ നമ്മൾ പറയാൻ പോകുന്നത് OnePlus 12R. OnePlus 12R കുഴപ്പമില്ലാത്തൊരു ഫോൺ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 35,000 രൂപയ്ക്ക് ഇപ്പോൾ സാധനം അവൈലബിൾ ആണ്. അപ്പോൾ ആ പ്രൈസിന് അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി തരുന്ന ഒരു ഫോൺ തന്നെയാണ്. അതിൽ ഒരു നമ്മുടെ മൂന്നാമത്തെ ക്യാമറ സെൻസർ എന്ന് പറയുന്ന ഒരു 2 മെഗാ പിക്സലിൻ്റെ ഒരു ഗിമ്മിക് സെൻസറാണ്. അത് ഒഴിവാക്കിയാൽ തന്നെ മെയിൻ സെൻസർ അത്യാവശ്യം നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സെൻസർ തന്നെയാണ് കേട്ടോ. ഓവറോൾ കുഴപ്പമില്ലാത്തൊരു ഫോൺ തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ഹോണറിൻ്റെ 200 Pro 5G എന്ന് പറയുന്നത്. ഹോണർ 200 Pro 5G ഓൾമോസ്റ്റ് 42 ആ റേഞ്ചിലൊക്കെ പ്രൈസ് വരുന്നത് നമുക്ക്. പക്ഷേ നല്ല ക്വാളിറ്റി സ്പെക്സും സംഭവങ്ങളൊക്കെ തരുന്നുണ്ട്. 12GB 512 GB മെമ്മറിയും ഒക്കെ നമുക്ക് 42,000-43,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. 6.78 ഇഞ്ചിൻ്റെ AMOLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ക്വാഡ് അത് OnePlus ആയാലും കർവ് തന്നെയാണ് കേട്ടോ. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറിയും എന്താ പറയുക സെക്കൻഡറിയും വരുന്നുണ്ട്. പിന്നെ 12 മെഗാ പിക്സലിൻ്റെ എന്താ പറയുക വൈഡ് ആംഗിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫി ക്യാമറയും 50 മെഗാ പിക്സലിൻ്റെ ആണ്. സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആണ് വരുന്നത്. AI പവേർഡ് മാജിക് OS 8 ആണ് വരുന്നത്. പക്ഷേ ഇതിൽ ചാർജർ ഇൻബിൽഡ് ഉണ്ടാകുക. നിങ്ങൾക്ക് സാംസങ്ങും ഉപയോഗിക്കുന്നവർക്കും സാംസങ്ങും ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് വലിയ ഇഷ്യൂ ഒന്നും ഇല്ല. പക്ഷേ അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി തരുന്നൊരു ഫോൺ തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഹോണർ 200-നെ ഞാനത് കാണിച്ചു തരാം. ആമസോണിലാണ് അവൈലബിൾ ഉള്ളത്. അത്യാവശ്യം നല്ല സ്ക്രീനും ഉണ്ടോ. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് കണ്ടോ. നമ്മുടെ ഐഫോണിൻ്റെ പോലത്തെ ഒരു നോച്ച് പോലത്തെ സാധനമൊക്കെയാണ്. 2 സെൻസറൊക്കെ ഉണ്ട് മുകളിൽ. കുഴപ്പമില്ലാത്തൊരു ക്യാമറ തന്നെയാണ്. വിത്തൗട്ട് ചാർജറാണ് വരുന്നത്. 45,000 രൂപ വരുന്നുണ്ട് കേട്ടോ. ബ്ലാക്കും ഉണ്ട്, നമുക്ക് സിയാൻ കളറും ഉണ്ട്, ഓഷ്യൻ സിയാൻ കളറും ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ SBI കാർഡ് ഉണ്ടെങ്കിൽ ഒരു 2,000 രൂപയുടെ താഴെ നമുക്ക് ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ SBI കാർഡ് അപ്ലൈ ചെയ്യാൻ റെസ്റ്റോറൻറ്റ് ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ 3 ഫോണുകളാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു 45,000 രൂപ 50,000 രൂപയുടെ താഴെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള 3 ഫോൺ. ഇത് 3 ഫോണിന് അത്യാവശ്യം പ്രൈസ് ഇപ്പോഴും നമ്മുടെ ഒരു സെയിൽസ് പ്രൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ സാംസങ്ങിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും അതിൻ്റെ പ്രൈസ് 58 ഒക്കെ മുമ്പ് വരാറ്. 58, 64ഒക്കെയാണ് ഈ സെയിൽസിന് മുമ്പ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ കുറഞ്ഞേക്ക് എന്താണ്. അപ്പോൾ 47 രൂപയ്ക്ക് S23 നല്ല ഡീൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോണർ 200 Pro നല്ല ഡീൽ തന്നെയാണ് 45,000 രൂപയ്ക്ക്. അതുപോലെ തന്നെ നമ്മുടെ OnePlus 12R നല്ല ഡീൽ തന്നെയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ 2 ഫോൺ നമ്മുടെ ആമസോണിൻ്റെ ഫോണുകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഫ്ലിപ്കാർട്ടിന് ഞാൻ എന്തായാലും കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി തപ്പി നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ OnePlusനും OnePlus അല്ല സോറി നമ്മുടെ ഇതിൻ്റെ നമ്മുടെ iOSൻ്റെ ഞാൻ ആക്ച്വലി പുതിയൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം iOS നമ്മുടെ 18 സീരീസ് വന്നതിന് ശേഷം ഭയങ്കര ബഗ്ഗുകളും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ആക്ച്വലി ബീറ്റ വേർഷനിൽ രജിസ്റ്റേർഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബീറ്റ ഇപ്പോൾ 18.1.beta 3 ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് ചെറിയൊരു ഡിഫറൻസ് നമുക്ക് ഇതിൻ്റെ എന്താ പറയുക നോട്ടിഫിക്കേഷൻ പാനലിലും അതൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യാം. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല, നിങ്ങൾ ബീറ്റ അപ്ഡേറ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രൈമറി ഫോണിലൊന്നും ബീറ്റ അപ്ഡേറ്റ് ചെയ്യേണ്ടാട്ടാ. അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ബഗ് ഫിക്സും സംഭവങ്ങളൊക്കെയാണ്. പല ബഗ്ഗുകളും ഡിസ്പ്ലേ ഇഷ്യൂ സംഭവങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് വെയറിനാണെങ്കിൽ തീരെ ചെയ്യേണ്ടാട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.